കാലം മുതൽ കായികം വരെയുള്ള വിവിധ പരിപാടികളുടെ നിരയുമായി കേരള ടൂറിസം ഈ വർഷം വിസിറ്റ് കേരള 2015 എന്ന പരിപാടിക്ക് തുടക്കം കുറിക്കുന്നു. ഈ വർഷം ഏപ്രിൽ 1 മുതൽ 2016 ഏപ്രിൽ 1 വരെ ആയിരിക്കും പരിപാടിയെന്ന് ടൂറിസം മന്ത്രി എ പി അനിൽകുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് താൽപര്യമുണ്ടാക്കുന്ന വൈവിധ്യമാർന്ന നിരവധി പരിപാടികൾ ഈ വർഷം സംഘടിപ്പിക്കുന്നുണ്ടെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. വർദ്ധിച്ചുവരുന്ന വിമാന സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവാസി കേരളീയർ 90% വസിക്കുന്ന മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ ആയുർവേദത്തിലും കാലവർഷത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കും. ആയുർവേദം, സ്പേസ് റൂട്ട്, മീറ്റിംഗുകൾ, ഇൻസെന്റീവുകൾ, സമ്മേളനങ്ങൾ, എക്സിബിഷനുകൾ, വിവാഹം, സാംസ്കാരിക മേളകൾ, സാഹസിക വിനോദസഞ്ചാരം, സൈക്ലിംഗ് തുടങ്ങി കേരള ടൂറിസത്തിന്റെ ഉത്പന്നങ്ങളുടെ പ്രചരണമാണ് വിസിറ്റ് കേരള 2015 ഉണ്ടാവുക. വിസിറ്റ് കേരള ഇയർ എന്ന് പറയുമ്പോൾ അത് 2015 ഏപ്രിൽ 1 മുതൽ 2016 ഏപ്രിൽ 1 വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കാലയളവിൽ കേരള ടൂറിസത്തിൻ്റെതായ ഒരു പ്രസക്തി ലോകമെമ്പാടും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കുറെ പ്രോഗ്രാമുകൾ തീരുമാനിച്ചിട്ടുണ്ട്. ആയുർവേദ, റെസ്പോൺസിബിൾ ടൂറിസം ആൻഡ് മുസ്ലിംസ് ആൻഡ് സ്പൈസ് റൂട്ട്, ഈ 3 കാര്യങ്ങൾക്കും കൂടുതൽ ക്യാമ്പയിനും മറ്റ് മാർക്കറ്റിംഗ് മേഖലയിലുള്ള പ്രവർത്തനങ്ങളും നടത്തും. ജർമ്മനി പോലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യാന്തര ദേശീയ വിപണികളിൽ കേരള ഹോം ഓഫ് ആയുർവേദ പ്രചരണ പരിപാടികളുടെ 2ാം ഘട്ടവും സംഘടിപ്പിക്കും. സംസ്ഥാനത്തെ പൈതൃക വിനോദസഞ്ചാരം പ്രചരിപ്പിക്കുന്നതിനായി രാജ്യാന്തര പ്രചരണ പരിപാടികളിൽ സ്പൈസ് റൂട്ട്, മുസരീസ് പൈതൃകങ്ങളെയും ഉൾപ്പെടുത്തും. ഉത്സവങ്ങളുടെയും പരിപാടികളുടെയും സംക്ഷിപ്ത വിവരങ്ങളടങ്ങിയ കലണ്ടർ തയ്യാറാക്കി ഇന്ത്യ ടൂറിസം ഓഫീസുകളും വിദേശങ്ങളിലെ ഇന്ത്യൻ എംബസികളും പോലുള്ള വിവിധ വഴികളിലൂടെ പ്രചരണം നടത്തും. യുവാക്കളെയും വിദ്യാർത്ഥികളെയും ആകർഷിക്കുന്നതിനായി ഇതോടൊപ്പം സാഹസിക, സൈക്ലിംഗ്, അവധിക്കാല ദിനങ്ങളും പ്രചരണത്തിൽ ഉൾപ്പെടുത്തും. 2015 അവധിക്കാലം ചെലവഴിക്കുന്നതിനായി കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി വിസിറ്റ് കേരള മത്സരങ്ങൾ നടത്തുകയും ആകർഷകങ്ങളായ സമ്മാനങ്ങളും കോംപ്ലിമെന്ററി ഹോളിഡേകളും നൽകുകയും ചെയ്യും. മത്സരങ്ങൾക്കൊപ്പം ഉത്സവങ്ങളെയും പരിപാടികളെയും ഉയർത്തിക്കാട്ടി 2015 കേരളം സന്ദർശിക്കാനുള്ള ഏറ്റവും നല്ല സമയമാണെന്ന പ്രചരണവും സോഷ്യൽ മീഡിയ വഴിയും മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും നടത്തും. രാജ്യാന്തര ട്രേഡ് ഫെയറുകളിലെ വ്യാപാര പങ്കാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിനൊപ്പം ആഭ്യന്തര വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രധാന ആഭ്യന്തര വിമാന സർവീസുകളിൽ ടൂർ പാക്കേജുകളും നടപ്പാക്കാൻ പദ്ധതിയുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. ന്യൂസ് തിരുവനന്തപുരം.